നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി-ടോക്കിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിച്ച് കോഴിക്കോട്. ഒരേ സമയം 42,000-ലധികം കേന്ദ്രങ്ങളിൽ 20 ലക്ഷം മനുഷ്യർ ഒരുമിച്ച് അണിനിരന്ന 2 മില്യൺ പ്ലഡ്ജ് ക്യാമ്പയിൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കനത്ത മഴയെ പോലും വകവെക്കാതെ ആയിരക്കണക്കിന് ആളുകളാണ് ലഹരി വിരുദ്ധ പ്രതിജ്ഞയിൽ പങ്കെടുക്കാൻ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നത്. ലോകത്താകെയുള്ള ദശലക്ഷക്കണക്കിന് മനുഷ്യരെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന മഹാവിപത്താണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം. അതുകൊണ്ട് തന്നെ ഈ മാരക വിപത്തിനെ നമ്മുടെ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കുന്നതിനായി വിപുലമായ ക്യാമ്പയിനാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത്. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ സർക്കാരിനും എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾക്കുമൊപ്പം പൊതുജനങ്ങളുടെ സജീവമായ പങ്കാളിത്തവും അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ നാടിനെ ലഹരിമുക്തമാക്കാനുള്ള ഈ മഹത്തായ പ്രവർത്തനത്തിൽ നമുക്ക് ഒരുമിച്ച് അണിചേരാം. ലഹരി എന്ന മഹാവിപത്തിനെ സമൂഹത്തിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് തുടക്കമിട്ട ലഹരി വിരുദ്ധ ക്യാമ്പയിൻ 2 മില്യൺ പ്ലഡ്ജിന് ആവേശത്തുടക്കം. ലഹരി വിരുദ്ധ സന്ദേശം നൽകിക്കൊണ്ട് 2 മില്യൺ പ്ലഡ്ജ് ക്യാമ്പയിൻ വീഡിയോ കോൺഫറൻസ് വഴി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അവരുടെ കുടുംബങ്ങളും അനുഭവിക്കുന്ന ദുരിതങ്ങളെ ഞാൻ ഉൾക്കൊള്ളുന്നു. ലഹരി ഉപയോഗം ഇരുട്ടിലേക്ക് തള്ളിവിട്ടവരെ ജീവിത ലഹരിയുടെ വെളിച്ചത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ഞാൻ പരിശ്രമിക്കും. നാടിന്റെ കർമ്മശേഷിയെ കെടുത്തിക്കളയുന്ന ലഹരിയുടെ വ്യാപനത്തിനെതിരെ ഒറ്റക്കെട്ടായി ധീരമായി നമുക്ക് മുന്നേറാം. ഒരേ സമയം 42,000-ലധികം കേന്ദ്രങ്ങളിൽ 20 ലക്ഷം മനുഷ്യർ ഒരുമിച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ഏറ്റുചൊല്ലി. ജില്ലയിലെ രാഷ്ട്രീയ, സാംസ്കാരിക, വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ, ജില്ലാതല ഉദ്യോഗസ്ഥർ, സർക്കാർ, അർദ്ധ സർക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, സാമൂഹിക സാംസ്കാരിക സംഘടനകൾ, മതവ്യാപാര വ്യവസായ മേഖലകൾ, ബസ് തൊഴിലാളികൾ, യാത്രക്കാർ, തൊഴിലാളി സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ പ്രതിജ്ഞയിൽ പങ്കെടുത്തു. പ്രധാന വേദിയായ കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. ഗവാസ് സ്വാഗതം പറഞ്ഞു. വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ, മുൻ മന്ത്രിമാരായ അഹമ്മദ് ദേവർകോവിൽ MLA, MK മുനീർ MLA, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് IAS, മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറും മുൻ MP-യുമായ MV ശ്രേയാംസ് കുമാർ തുടങ്ങി സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി 20 ലക്ഷത്തിലധികം പേർ ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുക്കുന്ന ധീരവും അപൂർവവുമായ പരിപാടിയായി 2 മില്യൺ പ്ലഡ്ജ് മാറിയതായി വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ജീവിതമാണ് ലഹരിയെന്നും മനുഷ്യനെ നേർവഴിക്ക് നയിക്കാനുള്ള പ്രചോദനമാകണം ലഹരിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2 മില്യൺ പ്ലഡ്ജ് ക്യാമ്പയിനിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഒരു ചരിത്രം ഇന്നിവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ്. 20 ലക്ഷം പേർ നാം ഇവിടെ പ്രതിജ്ഞ എടുത്തതുപോലെ ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രതിജ്ഞ എടുക്കുന്ന അപൂർവവും ആഹ്ലാദകരവും ധീരവുമായ ഒരു പരിപാടിയാണ് ഇത് മാറിക്കഴിഞ്ഞിട്ടുള്ളത്. നേതൃത്വപരമായ പങ്ക് ഇതിനു വേണ്ടി വഹിച്ച മുഴുവൻ പേരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നു. സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന നിലയിൽ ലഹരിക്കെതിരായ ബോധവൽക്കരണം അത്യാവശ്യമാണെന്ന് മുൻ MP-യും മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറുമായ MV ശ്രേയാംസ് കുമാർ.
സമൂഹത്തിലെ നല്ല കാര്യങ്ങൾക്കായി എന്നും നിലകൊള്ളുന്ന ആൾക്കാരാണ് കോഴിക്കോടുള്ള ജനങ്ങളെന്നും അതിന്റെ ഭാഗമായാണ് ഈ ക്യാമ്പയിനെയും കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുട്ടികളുടെ ഊർജം ശരിയായ രീതിയിൽ നമുക്ക് അത് ചാനലൈസ് ചെയ്തുകൊണ്ട് അവരെ നല്ല രീതിയിൽ ഈ ഡ്രഗ്സിനെതിരെയുള്ള അവബോധം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിപാടിയാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കോഴിക്കോടിനൊരു ഒത്തൊരുമയുണ്ട്, ഒരു കൂട്ടായ്മയുണ്ട്. സമൂഹത്തിലെ നല്ല കാര്യങ്ങൾ കൊണ്ട് എന്നും നിലകൊള്ളുന്ന ആൾക്കാരാണ് കോഴിക്കോടത്തെ ജനങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ട് ഇതിനെ കാണുന്നത്. ഏതായാലും ഈ വലിയൊരു വിപത്തിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു പരിപാടിയാണത്. ഒരു സംശയമില്ല കാര്യത്തിൽ. വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ പരിഹാരമുണ്ടാക്കാൻ നമുക്ക് സാധിക്കുമെന്നും കേരളത്തിലെ ആദ്യത്തെ ലഹരി വിമുക്ത ജില്ലയായി കോഴിക്കോടിനെ മാറ്റാൻ കഴിയണമെന്നും കോഴിക്കോട് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് 2 മില്യൺ പ്ലഡ്ജിന്റെ ഭാഗമായ എല്ലാവർക്കും അദ്ദേഹം നന്ദി അറിയിച്ചു. നമുക്ക് സൈഡിലെ ഈ ഡ്രഗിന്റെ പ്രോബ്ലം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം. അതാണ് നമുക്ക് ഉദ്ദേശം. ഇപ്പോൾ അടുത്ത നടപടി നിങ്ങൾക്ക് സൈഡിലും ഉണ്ടാവും, നമ്മുടെ കുട്ടിയിലേക്ക് സൈഡിലും ഉണ്ടാവും. യങ്സ്റ്റേഴ്സും സ്കൂളിലെ കോളേജിലെ കുട്ടി എല്ലാവരും ഈ പ്രോബ്ലമിന്റെ ഒരു അംബാസിഡർ പോലെ ഉണ്ടാക്കാം. അതാണ് നമുക്ക് ശ്രമിക്കുന്നത്. സോ ഞാൻ ഔദ്യോഗികമായിട്ട് ജില്ലാ പഞ്ചായത്തിന് നന്ദി പറയാൻ കാരണം അവർക്ക് ഇനീഷ്യേറ്റീവ് ആയിട്ട് ദേ ഹാവ് ടേക്കൻ ഓഫ് ദിസ് പ്രോജക്ട്. ആൻഡ് ഞാൻ വളരെ പോസിറ്റീവ് ആണ്. കാരണം ഇത് നമുക്ക് സൈഡിലെ ഒഫീഷ്യൽ പ്രോഗ്രാംസും നശാമുക്ത് ഭാരത് അഭിയാനും സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ്, SC/ST ഡിപ്പാർട്ട്മെന്റ്, എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇതിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. ആൻഡ് ഐ എം അസ്യൂമിങ് ദാറ്റ് കോഴിക്കോടിലെ ഒരു പോസിറ്റീവ് ലീഡർഷിപ്പ്, പോസിറ്റീവ് ആംഗിൾ ആയിട്ട് കേരളത്തിലെ ആദ്യമായിട്ട് ജില്ല നമുക്ക് ഡിക്ലെയർ ആക്കണം. ഡ്രഗ് ഫ്രീ ജില്ല നമുക്ക് ഡിക്ലെയർ ആക്കാൻ പറ്റും. നിങ്ങളുടെ സപ്പോർട്ടും എല്ലാവരുടെയും സപ്പോർട്ടും നമുക്ക് ആവശ്യമുണ്ട്. ഈ ലഹരി വിരുദ്ധ പ്രതിജ്ഞ കൊണ്ട് ലഹരി അവസാനിക്കില്ലെങ്കിലും ലഹരിക്കെതിരെ സമൂഹത്തിൽ അവബോധമുണ്ടാക്കാൻ ഈ പ്രതിജ്ഞ കൊണ്ട് കഴിയുമെന്നും കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഷീജ ശശി. ലഹരിക്കെതിരായുള്ള ഈ പ്രതിജ്ഞ ലഹരി വിരുദ്ധ ദിനത്തിൽ മാത്രമായി ഒതുങ്ങരുതെന്നും ജീവിതത്തിലുടനീളം അത് പാലിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഈ ഒരു പ്രതിജ്ഞ എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാമുള്ള അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന ഒരു പ്രശ്നമുണ്ട്. നമുക്കറിയാം, ഈ പ്രതിജ്ഞ കൊണ്ട് ലഹരി അവസാനിക്കുമോ എന്ന് ചോദിക്കുന്നിടത്ത് നമുക്ക് പറയാനുള്ളത് ഈ പ്രതിജ്ഞ കൊണ്ട് ലഹരി അവസാനിക്കുമെന്നുള്ള ഉദ്ദേശത്തിലല്ല, എന്നാലും ഒരു പരിധിവരെ എല്ലാവരിലേക്കും അവബോധം സൃഷ്ടിക്കുക. ഇന്ന് 20 ലക്ഷം ആളുകൾ നമ്മുടെ എന്തിനാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും ഭരണകൂടവും എല്ലാം ചേർന്ന് ഇങ്ങനെയൊരു പ്രതിജ്ഞ എടുക്കുന്നത് എന്നുള്ള ചിന്തിപ്പിക്കൽ കൂടിയാണ് നമ്മൾ ഈ പ്രതിജ്ഞയിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളുടെയും മനസ്സിൽ നമുക്കിതെന്നും ഉണ്ടാവേണ്ടതാണ്. ഈ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു പ്രതിജ്ഞയുടെ ഭാഗം നമുക്കറിയാം, നമ്മൾ ജീവിതമാണ് ലഹരി. ആ ജീവിതമാണ് ലഹരി എന്നുള്ള ആ അർത്ഥം അല്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ നമ്മൾ കുറിക്കേണ്ടതാണ്. ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പലപ്പോഴും പല രീതിയിലുള്ള വഴിപിഴക്കുകൾ നമുക്കുണ്ടാവുന്നു എന്നുള്ളത് മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് ജീവിതമാണ് ലഹരി എന്നുള്ള ആ ക്യാമ്പയിൻ പ്രവർത്തനം അല്ലെങ്കിൽ ആ ഒരു വാക്ക് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആവണം നമ്മൾ ഇവിടെ നിന്ന് പുറത്തു പോവേണ്ടത്. തീർച്ചയായിട്ടും ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് വെച്ച ആശയത്തെ ജില്ലയാകെ നെഞ്ചിലേറ്റിയതായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവാസ്. ഈ പരിപാടിയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അദ്ദേഹം അഭിവാദ്യം അർപ്പിച്ചു. കഴിഞ്ഞ 2 മാസക്കാലമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഈ ഒരു വലിയ ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ജില്ലാ പഞ്ചായത്തിലെ മുഴുവൻ ഭരണസമിതിയും ഈ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. നമ്മൾ 20 ലക്ഷം എന്ന് പറയുന്നത് ചെറിയ നമ്പറല്ല. കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ മനുഷ്യരെയും അണിനിരത്തുക എന്ന വലിയ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒട്ടേറെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ഏതാണ്ട് 42,000-ഓളം കേന്ദ്രങ്ങളിൽ ഔദ്യോഗികമായി അല്ലാത്ത എത്രയോ ഇടങ്ങളിൽ ഈ പ്രതിജ്ഞ നടക്കുകയാണ്. തീർച്ചയായിട്ടും ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് വെച്ച ഈ ആശയത്തെ ജില്ലയാകെ നെഞ്ചേറ്റിയിരിക്കുന്നു എന്നാണ് ഇന്നത്തെ ഓരോ കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഒരു വലിയ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച ഈ പരിപാടിക്ക് വേണ്ടി മുന്നോട്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ്. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് 2024 ഡിസംബർ 31 വരെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിച്ച എല്ലാ ഗുണഭോക്താക്കളും ഓഗസ്റ്റ് 24-നകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. ഈ മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ അക്ഷയയിൽ നിന്ന് ലഭിക്കുന്ന രേഖയോടൊപ്പം ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന് സെക്രട്ടറി അറിയിച്ചു.
ഫോൺ 0496 26 42 039. MSME ദിനാഘോഷത്തിന്റെ ഭാഗമായി ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സിന്റെയും ആഭിമുഖ്യത്തിൽ ജൂൺ 27 ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിക്കും. കോഴിക്കോട് മാവൂർ റോഡിലെ ഹോട്ടൽ ഹൈസൻ ഹെറിറ്റേജിൽ നടക്കുന്ന മീറ്റ് രാവിലെ 10:30 തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. MSME സംരംഭകർ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മേഖലയിലെ വിദഗ്ധരുമായി ചർച്ച നടത്താൻ അവസരമുണ്ടാകും. തിരുത്തിയാട് IHRD ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 ബയോളജി ബാച്ചിൽ സീറ്റുകൾ ഒഴിവുണ്ട്. ആധാർ കാർഡിന്റെയും മാർക്ക് ലിസ്റ്റിന്റെയും പകർപ്പും ഒരു ഫോട്ടോയും സഹിതം സ്കൂളിൽ നേരിട്ടെത്തി അപേക്ഷിക്കണം. ഫോൺ 0495 27 21 070 9447 88 5352. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.